ചെറുപ്പത്തിൽ മരിച്ചുപോയ എന്റെ ഏട്ടന്റെ ആ ഷർട്ടിനുള്ളിൽ ആ 100 രൂപ നോട്ട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഇന്നും അമ്മ ഞങ്ങൾക്ക് കൈ നീട്ടി തരുന്നത്. 52 വർഷമായി. അതാണ് അമ്മ നമ്മളെ കുറിച്ച് അവർക്കുള്ള പ്രതീക്ഷ അത്ര 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 വലുതാണ്. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഉമ്മയുടെ ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാരണം ഈ ഭൂമിയിൽ വിടാനിടവരരുത്. ഈ സ്വന്തം അമ്മയെ കുറിച്ചിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി പറയുന്ന വാക്കുകളാണിത്. നമ്മളൊക്കെ ഏറെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതായത് 50 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അന്ന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ച ആ ജ്യേഷ്ഠന്റെ ആ കുപ്പായം ഷർട്ട് ഇന്നും ആ അമ്മ ഒരു നിധി പോലെ സൂക്ഷിച്ച് വിഷു കൈനീട്ടം നടത്തുമ്പോൾ ആ ജ്യേഷ്ഠന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ കീശയിലാണ് അമ്മ ആദ്യം കൈനീട്ടമായി 100 രൂപ തിരിച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷമാണ് മറ്റുള്ള മക്കൾക്കൊക്കെ കൊടുക്കുക എന്നതാണ്. ഒരമ്മയുടെ മകനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നമ്മളിന്ന് പലപ്പോഴും കാണുന്ന അതിദയനീയമായ ഒരു കാഴ്ചയാണ് പ്രായമാകുമ്പോൾ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയോ വൃദ്ധസദനത്തിലോ മറ്റോ തള്ളിവിടുന്ന കാഴ്ച. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളികളായ നമ്മൾ സാക്ഷരതയിലും സംസ്കാരത്തിലും മറ്റുള്ളവരെക്കാളും ഏറെ മുൻപന്തിയിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഈ കാര്യത്തിലും നമ്മൾ ഏറെ മുൻപന്തിയിലാണ്. അതായത് സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളപ്പെടുന്ന കാര്യത്തിലും മലയാളികൾ ഇന്ന് ഏറെ മുൻപന്തിയിലാണെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. അതായത് 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇടത്താണ് 590-ലേറെ വൃദ്ധസദനങ്ങൾ സർക്കാരിന്റെ അധീനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന വൃദ്ധസദനങ്ങളും ഇതിന്റെ ഇരട്ടിയോളം വരുമെന്നാണ് മറ്റൊരു വശം. ഇവിടെയാണ് മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സഹിച്ചുകൊണ്ടാണ് ഓരോ മക്കളെയും വളർത്തുന്നു എന്നതാണ് ഏറ്റവും വലിയൊരിത്. അവസാന കാലത്ത് മാതാപിതാക്കൾക്ക് സംരക്ഷണവും മറ്റും കൊടുക്കേണ്ട സ്ഥാനത്താണ് സ്വന്തം മക്കൾ തന്നെ തെരുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ തള്ളിവിടുന്ന ഒരു ദയനീയമായ ഒരവസ്ഥ. അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ പുതു തലമുറക്ക് ഏറെ ഒരു പ്രചോദനം കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇതുപോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം.